സ്തോത്രം. ദൈവം നൽകിയ ഈ പുതിയ ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, ദൈവമക്കളെന്ന പദവി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ എല്ലാ വഴികളിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് സഹായിക്കുന്ന ദൈവമാകിയാൽ ആ ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അതെ ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി മറ്റേ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും നമ്മുടെ ദൈവത്തിനെ വിളിച്ചപേക്ഷിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ദൈവം നമ്മോട് അടുത്തിരിക്കുന്ന ദൈവമാണ്. അനേകർക്ക് ഈ ദൈവസ്നേഹം, ഈ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവേദന ദൈവം അടുത്തിരിക്കുന്നതായ ആ അനുഭവം അവരനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതേ ദൈവമക്കളെ, കഷ്ടങ്ങളിൽ ആമേൻ അവനെ അടുത്ത തുണയാണ്. നമ്മുടെ ദൈവമായ യഹോവ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നതായ ദൈവമെന്ന് ആമേ വചനം പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ അനുഭവിക്കണം. പറയുക മാത്രമല്ല, അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അനേക വിഷയങ്ങളുമൊത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അതിന് മറുപടി തന്നില്ലേ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ? ദൈവം നമുക്ക് അടുത്ത് വന്ന് നമ്മോട് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വാസവചനങ്ങൾ നമുക്ക് നൽകി തന്ന് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ അടുത്തിരിക്കുന്ന ദൈവത്തെ വിട്ട് ദൂരെ പോകാതെ വണ്ണം ഓരോ ദിവസവും അടുത്ത് ചെന്ന് അവനോട് ആലോചന ചോദിക്കാം. കർത്താവേ, ഇന്ന് കാലം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രശ്നങ്ങളുടെ മഴവിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. എനിക്ക് അവിടുത്തെ ആലോചന നൽകി തന്ന് അടുത്ത് വന്ന് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് അടുത്ത് വന്ന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളെ പറയാം. അടുത്ത് വന്ന് നമ്മെ സഹായിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ. കർത്താവേ, നല്ല ദൈവമേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അടുത്തിരിക്കുന്ന ദൈവമാണ്. അടുത്ത് വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകിയാൽ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. രക്ഷകൻ്റെ അൻപുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.